ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനോട് എത്രത്തോളം ക്രൂരനാകാൻ കഴിയും? ചരിത്രത്തിലെ ചില കുറ്റകൃത്യങ്ങൾ വർഷങ്ങൾ കഴിഞ്ഞാലും ആളുകളുടെ മനസ്സിൽ നിന്ന് മായുന്നില്ല. കാരണം അവ വെറും കുറ്റകൃത്യങ്ങളല്ല, മനുഷ്യരാശിയെ തന്നെ ചോദ്യം ചെയ്യുന്ന സംഭവങ്ങളാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ജപ്പാനെ മാത്രമല്ല, ലോകത്തെ മുഴുവൻ ഞെട്ടിച്ച ഒരു യഥാർത്ഥ കേസിനെ കുറിച്ചാണ്. ഇതൊരു 17 വയസ്സുകാരിയുടെ കഥയാണ്. വലിയ സ്വപ്നങ്ങളുമായി ജീവിച്ചിരുന്ന ഒരു സാധാരണ വിദ്യാർത്ഥിനി. പക്ഷേ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അവളുടെ ജീവിതം ഭയാനകമായ ഒരു ദുരന്തമായി മാറി. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ദുഃഖവും ദേഷ്യവും ഒരുപോലെ തോന്നാം. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ ഗ്രാഫിക് വിശദാംശങ്ങൾ ഒഴിവാക്കി ഈ കേസിന്റെ യഥാർത്ഥ സംഭവ വികാസങ്ങളും സമൂഹത്തിന് ഇത് നൽകിയ പാഠങ്ങളും മാത്രമാണ് അവതരിപ്പിക്കുന്നത്. 1988 ജപ്പാനിൽ ജീവിച്ചിരുന്ന 17 വയസ്സുള്ള ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയായിരുന്ന ജംഗോ ഫുറൂത്ത. അധ്യാപകരുടെയും സുഹൃത്തുക്കളുടെയും അഭിപ്രായത്തിൽ അവൾ ശാന്ത സ്വഭാവക്കാരിയും പഠനത്തിൽ മിടുക്കിയുമായിരുന്നു. ഭാവിയെക്കുറിച്ച് നിരവധി സ്വപ്നങ്ങളുണ്ടായിരുന്ന ഒരു സാധാരണ കൗമാരക്കാരി. ഒരു ദിവസം സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് അവളുടെ ജീവിതം പൂർണ്ണമായും മാറിമറിഞ്ഞത്. അന്നത്തെ വൈകുന്നേരം വീട്ടുകാർ അവളെ കാത്തിരുന്നു. പക്ഷേ സമയം കടന്നുപോയിട്ടും അവൾ തിരിച്ചെത്തിയില്ല. അവളെ ചില യുവാക്കൾ തട്ടിക്കൊണ്ടുപോയി. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് ഈ സംഭവത്തിന് പിന്നാലെ യഥാർത്ഥ കഥ പുറത്തു വന്നത്. ആദ്യ ദിവസങ്ങളിൽ തന്നെ കുടുംബം മകളെ കണ്ടെത്താൻ ശ്രമിച്ചെങ്കിലും കാര്യമായ വിവരങ്ങളൊന്നും ലഭിച്ചില്ല. ഈ കേസിലെ ഏറ്റവും വേദനാജനകമായ കാര്യങ്ങളിലൊന്ന് അവൾ വളരെ കാലം ഒരു വീട്ടിൽ തടവിലായിരുന്നുവെന്നതാണ്. ചുറ്റുമുള്ള ചിലർക്ക് സംശയം തോന്നിയിരുന്നുവെന്ന റിപ്പോർട്ടുകൾ പിന്നീട് പുറത്തു വന്നെങ്കിലും സമയോചിതമായ ഇടപെടൽ ഉണ്ടായിട്ടില്ല. അടുത്ത ദിവസങ്ങൾ ജംഗോ ഫുറൂത്തയുടെ ജീവിതത്തിലെ ഏറ്റവും ഭയാനകമായ ദിവസങ്ങളായിരുന്നു. അവൾക്ക് ദീർഘകാലം തടങ്കലും ഗുരുതരമായ പീഡനങ്ങളും നേരിടേണ്ടി വന്നു. അന്വേഷണ രേഖകൾ പ്രകാരം അവളെ പലതരത്തിൽ ക്രൂരമായി ഉപദ്രവിച്ചു. ഏകദേശം 40 ദിവസത്തോളം ബലമായി തടവിൽ പാർപ്പിക്കപ്പെട്ടു. ആ കാലയളവിൽ ഗുരുതരമായ ശാരീരിക, ലൈംഗിക, മാനസിക പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. ആവശ്യമായ വൈദ്യസഹായമോ രക്ഷയോ ലഭിക്കാതെ അവരുടെ നില വഷളായി. ഒടുവിൽ ആ പീഡനങ്ങളുടെ ഫലമായി അവർ മരണപ്പെട്ടു. സംഭവത്തിൻ്റെ വിശദമായ വിവരങ്ങൾ ഇവിടെ പറയുന്നില്ല. കാരണം അവ അത്യന്തം വിഷമകരവും ഇരയുടെ മാന്യതയെ ബാധിക്കുന്നതുമാണ്. ഈ കേസ് ലോകത്തെ ഞെട്ടിച്ചത് അതിൻ്റെ ക്രൂരത മാത്രം കൊണ്ടല്ല, ഒരു മനുഷ്യന് മറ്റൊരാളോട് ഇത്രയും നിഷ്ഠൂരമായി പെരുമാറാൻ കഴിയുമോ എന്ന ചോദ്യമാണ് എല്ലാവരുടെയും മനസ്സിൽ ഉയർന്നത്. ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അതിക്രമം നടക്കുമ്പോൾ സംയോജിതമായ ഇടപെടൽ എത്രമാത്രം നിർണായകമാണെന്നതാണ്. മാസങ്ങൾക്ക് ശേഷം നടന്ന അന്വേഷണത്തിലാണ് ഈ കുറ്റകൃത്യത്തിൻ്റെ യഥാർത്ഥ വിവരങ്ങൾ പുറത്തു വന്നത്. സംഭവത്തിൽ പങ്കെടുത്ത യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോടതിയിൽ വിചാരണ നടന്നപ്പോൾ ജപ്പാനിലുടനീളം ശക്തമായ പ്രതിഷേധമുയർന്നു. പലർക്കും ശിക്ഷയുടെ കാഠിന്യം മതിയായില്ലെന്ന് തോന്നി. ഈ കേസ് രാജ്യത്ത് നിയമ സംവിധാനത്തെയും പ്രായപൂർത്തിയാകാത്ത പ്രതികളുമായി ബന്ധപ്പെട്ട നിയമങ്ങളെയും കുറിച്ചുള്ള വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. ഇന്നും പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ജംഗോ ഫുറൂത്തയുടെ പേര് ആളുകൾ മറന്നിട്ടില്ല. കാരണം ഇതൊരു ക്രൈം കേസ് മാത്രമല്ല, സമൂഹം മൗനം പാലിക്കുമ്പോൾ എന്തൊക്കെ സംഭവിക്കാമെന്നതിൻ്റെ ശക്തമായ ഓർമ്മപ്പെടുത്തലാണ് ഈ സംഭവം. ഇത് നമ്മെ പഠിപ്പിക്കുന്നത് മറ്റൊരാളുടെ സുരക്ഷിതത്വത്തെക്കുറിച്ചുള്ള ആശങ്ക ഒരിക്കലും അവഗണിക്കരുത് എന്നതാണ്. ഒരു ഫോൺ കോൾ, അല്ലെങ്കിൽ ഒരു പരാതിയെങ്കിലും, അല്ലെങ്കിൽ ഒരു സംയോജിത ഇടപെടലെങ്കിലും ചിലപ്പോൾ ഒരു ജീവൻ രക്ഷിച്ചേക്കാം. ജംഗോ ഫുറൂത്തയെ ഇനി തിരികെ കൊണ്ടുവരാൻ കഴിയില്ല. പക്ഷേ അവളുടെ കഥ മറക്കാതിരിക്കുക എന്നത് സമൂഹം എന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്തമാണ്. കുറ്റകൃത്യങ്ങളെ കൗതുകത്തിനായി മാത്രം കാണാതെ അവയിൽ നിന്ന് പാഠം പഠിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചെങ്കിൽ അത് മറ്റുള്ളവരിലേക്കും പങ്കുവെക്കൂ. ഇത്തരം സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കാതിരിക്കാനുള്ള ഏറ്റവും വലിയ ആയുധം ബോധവൽക്കരണമാണ്. ഇതുപോലെയുള്ള യഥാർത്ഥ ക്രൈം ഡോക്യുമെൻ്ററികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.